മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമി വിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഥാർ റോക്സ് കാണാൻ വേണ്ടി ബനാർഘട്ട റോഡിലുള്ള മഹേന്ദ്രയുടെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഥാർ റോക്സ് എങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുന്നു നമുക്കൊന്ന് കാണാം. ഥാറിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു 6 പാക്ക് പോലത്തെ ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിനോട് ചേർന്നിട്ട് ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു LED ലൈറ്റും, അതുപോലെ തന്നെ ബമ്പറിൽ ഇൻറ്റർഗേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ നമുക്കൊരു 360 ക്യാമറ. സൈഡിലേക്ക് കിടന്നു കഴിഞ്ഞാൽ താറിന്റെ ബോണറ്റ് ലോക്ക് നമുക്കൊരു റഗഡ് ഫീല് തരുന്നുണ്ട് കേട്ടോ. ആന്റിന നമുക്ക് കാണാം, അത് പഴയ വണ്ടിയുടെ പോലെ തന്നെയുള്ള ഒരു ആന്റിനാണ് നമുക്ക് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ താർ ബാഡ്ജ് ചെയ്തേക്കണ ഒരു നല്ല റിയർ വ്യൂ മിറർ നമുക്ക് കാണാൻ പറ്റും. അട്രാക്ഷൻ പറയാനുള്ളത് നമ്മുടെ അലോയ് വീലാണ്. ഒരു പുതിയ രൂപത്തിലുള്ള ഡിസൈൻ കൊടുത്തിട്ട് നമ്മുടെ ഈ റോക്സ് എന്നൊക്കെ നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന പോലത്തെ ഒരു അലോയ് വീൽ. 5560 R19 എന്നുള്ള MRFന്റെ 80 ടയറാണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തേക്കണേ. നമുക്ക് ഏറ്റവും അധികം പറയേണ്ടത് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് കൊടുത്തേക്കുന്ന ഈ ക്വാർട്ടർ ഗ്ലാസ്, ഇവിടെ നമുക്കൊരു ചെറിയ ഇല്ലുസ്ട്രേഷനൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാമൽ കുറച്ച് നിൽക്കുന്നു, അതുപോലെ തന്നെ താറ് ക്ലൈംബ് ചെയ്ത് മുകളിൽ എത്താൻ പോകുന്നു, അങ്ങനത്തെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്ത് ആ ഒരു ഭാഗം അടിപൊളിയാക്കിയിട്ടുണ്ട്. സി ഷേപ്പായിട്ടുള്ള ഒരു റിയർ ലാമ്പാണ് ഇതിന് കൊടുത്തേക്കണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് വേറൊരു ഇൻഡിക്കേറ്ററിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. അതെല്ലാം ഹാലജൻ ലൈറ്റ് ആണ്. 660 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താറ്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. നമുക്ക് റീക്ലൈൻ ചെയ്യാനും കൂടെ ഉള്ള ഓപ്ഷൻ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഓ ഫ്രണ്ട്സ്, ഇപ്പം താറ് ഇതേ പുറകിൽ നമുക്കൊരു ചാർജിങ് സ്പോട്ട് തന്നിട്ടുണ്ട്. ഹാർമൻ കാർഡിന്റെ ഒരു കിഡിലൻ സബ് ഓഫറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മേളിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഒരു ഡീഫോഗറും കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും കിടു. ഈ താറിന്റെ ബാക്കിലത്തെ ഈ പാർട്ട് ഒരു പ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഈ വശം വരുന്നത് മെറ്റലുമാണ്. പിന്നെ നമ്മൾ ഈ ഡോറ് തുറക്കാനായിട്ട് ഒരു സ്പെഷ്യൽ രൂപത്തിലുള്ള ഒരു ഹാൻഡിലാണ് നമ്മൾ കൊടുത്തേക്കണേ. തുറന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കിഡിലൻ ലക്ഷറി വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഫീലാണ്. ഇവിടെയൊക്കെ പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ കാർബൺ കാർഡിന്റെ ഒരു നല്ലൊരു സ്പീക്കർ നമ്മൾ ഈ ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റ് എല്ലാം വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എയർ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. ഒരു പക്ക ലക്ഷറി വണ്ടി എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ലക്ഷറി രൂപത്തിലുള്ള പിയാനോ ഫിനിഷൊക്കെ കൊടുത്തിട്ടുള്ള സ്വിച്ചുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ തുറക്കാനുള്ളതും, അതുപോലെ തന്നെ ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഉണ്ടല്ലോ, മൊത്തത്തിൽ ഒരു നമ്മൾ ആരും കാണാത്ത പോലത്തെ ഒരു ഓഫ് റോഡ് വണ്ടി. അത്രയ്ക്ക് ലക്ഷറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ വളരെയധികം ലക്ഷറിയാണ്. പിന്നെ നമുക്ക് ഈ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ തന്നെ 12 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് നമ്മൾ കൊടുത്തേക്കണേ. എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാട്ടോ. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എയർ വിൻഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് 4x4 ആണ്. അങ്ങനെ ഒരുപാട് ഇത് നമുക്കൊരു ചാർജിങ് സ്പോട്ടാണ്. നമുക്ക് വണ്ടി വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എല്ലാ സ്വിച്ചുകളെല്ലാം നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മൾ ടേപ്പ് റെക്കോർഡറിൻ്റെ ഒക്കെ പോലത്തെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകൾ. സ്റ്റിയറിങ്ങിനകത്ത് എല്ലാം കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ അതെല്ലാം വരുന്നുണ്ട്. എന്താണെങ്കിലും അടിപൊളി കേട്ടോ. എനിക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇരുന്നിട്ട് എനിക്ക് വളരെയധികം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ ലെതറിൻ്റെ ഫിനിഷൊക്കെ തന്നെ വളരെ രസകരമായിട്ടാട്ടോ ചെയ്തേക്കണേ. സ്റ്റിച്ചൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് പറയാം. അങ്ങനത്തെ രൂപത്തിലാണ് നമുക്ക് ഈ ചെയ്തേക്കണേ. പിന്നെ പുറകിലത്തെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് അതായത് നമ്മൾ വിചാരിക്കും അത് 2 സ്പ്ലിറ്റ് ആണ്, പക്ഷെ അത് 2 ഒരുമിച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 കപ്പ് നമുക്ക് അവിടെ വെക്കാൻ പറ്റും. നമുക്ക് കോ ഡ്രൈവറിനും ഡ്രൈവർക്കും ഉപയോഗിക്കാനുള്ള ബോട്ടിലൊക്കെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വണ്ടി പാർക്കിംഗ്, അതായത് ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഒരു ഒറ്റ ക്ലിക്കിലാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള ലക്ഷറി സംഭവമല്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കട്ടെ. എന്താണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് ഇത് വെക്കാനുണ്ട്. ഒരു ഡെഡ് പെഡലുണ്ട്. നമുക്ക് ആ സൈഡിൽ നമുക്ക് സുഖമായിട്ട് കാല് വയ്ക്കാൻ പറ്റും. പിന്നെ അവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. നല്ല എത്ര വലിയ ആൾക്കാർക്കും ഉപയോഗിക്കാം. പിന്നെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ വൈറ്റ് ആണ്. അപ്പോൾ ആ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡർട്ടി ആകാനുള്ള സംഭവമുണ്ട്. ഇത് നിങ്ങൾ നോക്കും ഫ്രണ്ട്സ്, ഈ മേളിൽ കാണുന്ന ഈ പനോരമിക് സൺറൂഫ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തോടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് എണീറ്റ് നിന്ന് നിൽക്കാൻ പറ്റില്ല. പുറകിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപയോഗിക്കാം. പിന്നെ മേളിലത്തെ സ്വിച്ചുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയാട്ടോ. എല്ലാം നല്ല രസകരമായിട്ട് കൊടുത്തേക്കുന്നു. ക്യാമറയാണെങ്കിൽ അവിടെയുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കൈ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബലത്തിലാണ്. പിന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഫുള്ളി ഡിജിറ്റലാണ്.
അതുകൊണ്ട് അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ്. അതുകൊണ്ട് വളരെ രസകരമാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ടോപ്പിലത്തെ ഒരു വ്യൂ കാണുമ്പോൾ അറിയാം, വളരെയധികം ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബാഡ്ജിങ് അവിടെ കൊടുത്ത് രസകരമാക്കിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ കേട്ടോ, ഈ ഥാറ് തന്നേക്കണേ. അതുപോലെ തന്നെ ഈ ഒരുപാട് ചാർജിങ് സ്പോട്ടുകൾ നമുക്ക് വണ്ടിയുടെ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. എല്ലാ സൈഡിലും ഹാർമൻ കാർഡിൻ്റെ സ്പീക്കറുണ്ട്, ട്യൂട്ടറുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് ഡോറ് തുറക്കാനുള്ള ആ ലിവറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തൊടാൻ തന്നെ തോന്നില്ല, അതേപോലെയാണ്. പിന്നെ നമ്മുടെ ഈ എല്ലാ സ്ഥലത്തിൻ്റെ ഫിനിഷിങ് നമുക്ക് പറയാതെ വയ്യ ഫ്രണ്ട്സ്. എന്താണെങ്കിലും അത്രയ്ക്ക് രസകരമായിട്ട് ഥാറ് നമുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സിന് അത്യാവശ്യം എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ കൂള് ചെയ്യാനുള്ള സൗകര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പുറകിലേക്ക് നിന്ന് കയറിക്കാം. പക്ഷെ കയറുമ്പോഴുണ്ട് ഫ്രണ്ട്സ്, നമുക്ക് അതിനകത്ത് ഇരിക്കാൻ തോന്നില്ല. അതേപോലത്തെയാണ് അതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരുടെ ആ സീറ്റും അതിൻ്റെ ഇൻറ്റീരിയറും ചെയ്തേക്കണേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഓഫ് റോഡിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. നമ്മൾ ഈ ഡ്രൈവർ, നമ്മൾ ഇതിൻ്റെ ഓണർ ആരെയും തന്നെ വണ്ടിയിൽ കയറ്റാൻ ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പുറകിലേക്ക് AC വിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് നമുക്ക് ഓടിക്കാം. അവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സ്പോട്ട് ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ നമുക്ക് ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയുക, ലക്ഷറിയുടെ ഒരു പര്യായമാണ് ഥാറ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ സീറ്റിൽ ഇരുന്നിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പാകത്തിന് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹാൻഡിലേൽ നീയാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് പിടിച്ച് കയറാനുള്ളൊരു ഇത്. പിന്നെ ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, വളരെ രസകരമായിട്ട് അതിങ്ങനെ മുന്നോട്ട് മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് കണ്ടോ, ഞാനിങ്ങനെ ഏറ്റവും താന്നിരുന്നിട്ട് പോലും എനിക്കവിടെ കാലുകൾ ടച്ച് ചെയ്യുന്നില്ല. അത്രയ്ക്ക് സ്പേഷ്യസ് ആണ് നമ്മുടെ ഥാറിൻ്റെ ബാക്ക് സീറ്റ്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 പേർക്കൊക്കെ ഒന്ന് ഞെരുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പം 3 പേര് തന്നെ ഇരിക്കാൻ നോക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ 3 സീറ്റ് ബെൽറ്റാണ് നമുക്ക് ഈ വണ്ടിക്ക് കൊടുത്തുള്ളൂ. ശരിക്കും നമ്മുടെ ഒരു സേഫ്റ്റി പർപ്പസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പനോരമിക് സൺറൂഫ് ഒരു ഭയങ്കര രസകരമായിട്ടാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടോപ്പ് വശം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈറ്റാണ്. നമ്മളൊരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലാണ്. പിന്നെ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ചെളി പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ വണ്ടി എടുക്കുന്നവർ എത്രത്തോളം ഓഫ് റോഡ് പോകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പോയാൽ പോയി എന്നാ പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഒരു വളരെ ലക്ഷറി ഉള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എയർ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തേക്കണേ. അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റാണ്. നമുക്ക് ഒരു നന്നായിട്ട് റീക്ലൈൻ ചെയ്ത് നല്ലൊരു സോഫയിൽ നിന്ന് യാത്ര ചെയ്യണ പോലെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. ഡ്രൈവറെയൊക്കെ വെച്ചിട്ട് ഓടിച്ചിട്ട് നമുക്കിങ്ങനെ പുറകെ രാജകീയമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി പോകാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സ്പേഷ്യസ് ആണ് വണ്ടി. എന്തുകൊണ്ടും ഒരു ലക്ഷറി വണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഥാറ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മൾ പുറകിലത്തെ ഈ AC വിൻഡുകളുണ്ടോ, ഇത് വിൻഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചാർജിങ് സ്പോട്ടും ഉണ്ട്. നമുക്ക് അവിടെ മൊബൈൽ വെക്കാം. അതുപോലെ തന്നെ ഈ 2 സ്പ്ലിറ്റാന്ന് വിചാരിക്കും, പക്ഷേ സ്പ്ലിറ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ സെൻട്രലായിട്ട് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് പാർക്കിലിരിക്കുന്നവർക്ക് നല്ല സുഖമായിരിക്കും. അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ, വളരെ രസകരമാണ്. പിന്നെ നമ്മൾ ബൂട്ടിൽ വളരെ നന്നായിട്ട് സ്പാനർ സെറ്റുകളൊക്കെ നമുക്ക് വളരെ ആക്സസ് ചെയ്യാൻ പാകത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഗുണമാണ്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ആണ് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നല്ല ഓഫ് റോഡൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ കേട്ട് കണ്ടോ, ടോപ്പിൽ വരെയാണ് നമുക്ക് സ്പീക്കറും ട്യൂട്ടറൊക്കെ കൊടുത്തേക്കണേ. ഇതൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് തകർത്ത് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഥാറ്. എന്താണെങ്കിലും അടിപൊളി. ഇനി ഇതിൻ്റെ നമ്മളൊരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു വണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് ഒരു കിടിലൻ ഓഫ് റോഡ് നമുക്ക് ഥാറ്, ജിംനി എല്ലാം വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.